സുഹൃത്തുക്കളെ, നിങ്ങളിപ്പം കണ്ടുകൊണ്ടിരിക്കുന്നത് ആഫ്രിക്കയിലെ ടാൻസാനിയ എന്ന് പറഞ്ഞ രാജ്യത്ത് ദാർസലാം സിറ്റിയിലെ ഒരു റോഡ് നിർമ്മാണമാണ്. റോഡ് നിർമ്മിച്ചേക്കുന്നത് എല്ലാവരും കണ്ടിട്ടുണ്ട്, നിർമ്മിക്കുന്നതും കണ്ടിട്ടുണ്ട്. പക്ഷേ ഇത് ഒരു വീഡിയോ ആയിട്ട് എടുത്തു വിടേണ്ട ആവശ്യമൊന്നുമില്ലെങ്കിലും ഇതിനൊരു കാരണം എന്ന് പറഞ്ഞാൽ ഇത് ഡെവലപ്പായിക്കൊണ്ടിരിക്കുന്ന കൺട്രിയാണ്. ഇവിടെ ഏറ്റവും കൂടുതൽ കൺസ്ട്രക്ഷൻ മേഖല നടത്തുന്നത് ചൈനക്കാരെന്ന് ആണ്. അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. റോഡ്, പാലങ്ങൾ, ബിൽഡിങ്ങുകളൊക്കെ ഏറ്റവും കൂടുതൽ കൺസ്ട്രക്ഷൻ മേഖലയിൽ ചൈനക്കാരാണ്. പിന്നെ ഇവിടുത്തെ പ്രത്യേകത എന്ന് വെച്ചാൽ ഈ ആഫ്രിക്കക്കാരെ സംബന്ധിച്ചോളം ഇവരെ ഒരു പ്രാവശ്യം കാണിച്ചു കൊടുത്താൽ മതി എന്ത് കാര്യമാണേലും. ബിസിനസ് പരമായി നോക്കുവാണെങ്കിൽ ചൈനക്കാർ കൺസ്ട്രക്ഷൻ മേഖലയിലാണെങ്കിൽ ഇന്ത്യക്കാർ ഒട്ടും പുറകിലല്ല കേട്ടോ. ഇന്ത്യയിലുള്ള ഒരുപാട് ഇൻവെസ്റ്റേഴ്സ് ഇവിടെയുണ്ട്. പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ ഗുജറാത്തിൽ നിന്നും ബാംഗ്ലൂർ, ഡൽഹി, ബോംബെ എന്നീ സ്ഥലങ്ങളിൽ നിന്നൊക്കെയുള്ള ആൾക്കാരാണ് ഏറ്റവും കൂടുതൽ ബിസിനസ് ചെയ്യുന്നത്. മലയാളികളെക്കുറിച്ച് നമ്മൾ പറയേണ്ട ആവശ്യമില്ലല്ലോ, കാരണം ലോകത്തെ എവിടെ ചെന്നാലും ഒരു മലയാളിയെങ്കിലും കാണാതിരിക്കില്ല എന്ന് പറഞ്ഞ പോലെ ടാൻസാനിയ വന്നപ്പോഴും ഞാൻ ഒരുപാട് മലയാളികളെ പരിചയപ്പെട്ടവരിൽ ചിലരൊക്കെ ജോലി ചെയ്യുന്നവരും ചിലരൊക്കെ ബിസിനസ് ചെയ്യുന്നവരൊക്കെയാണ്. ബിസിനസ് മേഖലയിൽ ഒരുപാട് സാധ്യതയുള്ളതാണ് ആഫ്രിക്കൻ കൺട്രികളെല്ലാം. ടാൻസാനിയ എന്ന രാജ്യത്തിൻ്റെ അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങൾ ഇവയൊക്കെയാണ്: കെനിയ, ഉഗാണ്ട, റുവാണ്ട, ബുറൂണ്ടി, കോങ്കോ, സാംബിയ, മലാവി, മൊസാംബിക്ക്. ഈ 8 രാജ്യങ്ങളാണ് ഈ ടാൻസാനിയ എന്ന രാജ്യത്തിൻ്റെ അതിർത്തി പങ്കിടുന്നത്. ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ ഈ രാജ്യങ്ങൾക്കൊക്കെ ഉള്ള പോർട്ട് ഈ ടാൻസാനിയൻ പോർട്ടാണ്. ഈ 8 രാജ്യത്തിൻ്റെ കയറ്റുമതി ഇറക്കുമതി ചെയ്യുന്ന പോർട്ട് ടാൻസാനിയൻ പോർട്ടാണ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഒരുപാട് ബിസിനസ് സാധ്യതകളാണ് നമ്മുടെ മുന്നിലുള്ളത്. ഓരോ സാധ്യതകളും എനിക്കറിയാവുന്നതുപോലെ ഞാൻ എൻ്റെ ഓരോ വീഡിയോയിലൂടെ പറയുന്നതായിരിക്കും. ആഫ്രിക്കയിലുള്ള മറ്റ് ഒരുപാട് വിശേഷങ്ങളുമായി വീണ്ടും നമുക്ക് കണ്ടുമുട്ടാം.